ഹലോ നമസ്കാരം. ഹൊല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റീസിൻ്റെ അസസ്മെൻറ്റ് ലെവലിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായി തന്നെ എന്താണ് ഈ അസസ്മെൻറ്റ് ലെവൽസ്? ഇമിഗ്രേഷൻ റിസ്ക് അനുസരിച്ച് ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റീസിനെയും അതുപോലെ തന്നെ ഒരു ആപ്ലിക്കൻ്റ് അപ്ലൈ ചെയ്യുന്ന കൺട്രീനെയും 5 അസസ്മെൻറ്റ് ലെവൽസിലായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന 5 അസസ്മെൻറ്റ് ലെവൽസിലും ലെവൽ 5 ആണെങ്കിൽ വിസ റിജക്ഷൻ്റെ ചാൻസ് ഏറ്റവും കൂടുതലായിരിക്കും. ലെവൽ 1 ആണെങ്കിലോ വിസ റിജക്ഷൻ്റെ ചാൻസ് വളരെയധികം കുറവായിരിക്കും, ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം നമ്മളുടെ ഇന്ത്യ ഒരു ലെവൽ 3 കൺട്രിയാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള 43 യൂണിവേഴ്സിറ്റീസിലും ലെവൽ 1ലും 2ലും 3ലും ആയിട്ടാണ് ഈ 43 യൂണിവേഴ്സിറ്റീസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ ലെവൽ 3 കൺട്രീസിൽ വരുന്നതാണ്. അതേസമയം ഭൂട്ടാൻ എന്ന് പറയുന്നത് നമ്മുടെ അയൽ രാജ്യം ലെവൽ 1 കൺട്രിയാണ്. അപ്പോൾ ഒരു ലെവൽ 3 കൺട്രിയിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഫൈലിനൊരു ചെറിയൊരു വീക്ക് പോയിന്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പം നമ്മളൊരു ലെവൽ 2 or 3 യൂണിവേഴ്സിറ്റിയിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ DHL നോട്ടപ്പുള്ളി എന്നാണ് അതിനർത്ഥം. വിസ പ്രോസസ്സിംഗ് ടൈമിനും കൂടുതൽ ടൈം എടുക്കും. അതുമാത്രമല്ല വിസ റിജക്ഷൻ ഉള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. അതുപോലെ ഗൾഫ് കൺട്രീസ് ഒക്കെ ലെവൽ 1 വരുന്നതാണ്. സോ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്, ചിലർ ഗൾഫ് കൺട്രീസിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലെവൽ 2 കൺട്രിയിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നതിലും ചെറിയൊരു വെയിറ്റേജ് ഉണ്ട് നിങ്ങൾ ഒരു ലെവൽ 1 കൺട്രിയിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട്. എന്തുകൊണ്ടാണ് ചില യൂണിവേഴ്സിറ്റീസ് ലെവൽ 1ലും ചിലതൊക്കെ 2ലും 3ലും അല്ലെങ്കിൽ ചില കൺട്രീസ് ഇതുപോലെ ഈ 1, 2, 3യിലൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്? അതിന് കാരണങ്ങളുണ്ട്. ഏതൊക്കെ കൺട്രിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ജെനുവിൻ സ്റ്റുഡൻസ് കൂടുതൽ എവിടെ നിന്നാണോ വരുന്നത് അവർ ലെവൽ 1ൽ പ്ലേസ് ചെയ്യപ്പെടും. സെയിം തന്നെയാണ് യൂണിവേഴ്സിറ്റിയിലും. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലേക്കാണ് ഈ ജെനുവിൻ സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്നത് അവരെല്ലാം ലെവൽ 1 കാറ്റഗറിയിലേക്കും പോകും. നോൺ ജെനുവിൻ സ്റ്റുഡൻസ് കൂടുതൽ എങ്ങോട്ടാണോ വരുന്നത് അത് ലെവൽ 2ലേക്കും 3ലേക്കും മാറ്റപ്പെടും. ലെവൽ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആണ്. അവിടെ നല്ല രീതിയിൽ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അവർ ലെവൽ 3ലേക്ക് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഫെബ് 2024 ഇന്ത്യക്ക് കഴിഞ്ഞതിന് ശേഷം ഒട്ടുമിക്കാലും ഒരു നല്ലൊരു ശതമാനം യൂണിവേഴ്സിറ്റീസും ഓസ്ട്രേലിയയിലെ നല്ലൊരു ശതമാനം യൂണിവേഴ്സിറ്റീസും ലെവൽ 2ലേക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെടുകയുണ്ടായി. നമ്മുടെ വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ യുണീസ, QUT തുടങ്ങിയ കർട്ടിൻ, മർഡോക്ക്, നമ്മുടെ മലയാളി കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഇത്രയും യൂണിവേഴ്സിറ്റീസൊക്കെ നേരെ ലെവൽ 2ലേക്ക് മാറുന്നത് വളരെയധികം കഷ്ടമുള്ളൊരു കാര്യമാണ്. ഇവരൊക്കെ പരമാവധി ശ്രമിക്കുന്നുമുണ്ട് ഈ ഒരു ജൂലൈൻ്റെ കഴിയുമ്പോഴത്തേക്കും അസസ്മെൻറ്റ് ലെവൽ ചേഞ്ച് ചെയ്ത് ലെവൽ 1ലേക്ക് ആകാൻ വേണ്ടിയിട്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് അത്. ഇപ്പോൾ നമുക്ക് വരും മാസങ്ങളിൽ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ ലെവൽ 2 ഓർ ലെവൽ 3 യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഇപ്പോൾ അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അല്ല, ജെനുവിനായിട്ടും ആ ഒരു ലെവൽ 2 അല്ലെങ്കിൽ ലെവൽ 3 യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് വരുന്ന കുട്ടികൾക്ക് അത് ഈ ഒരു ലെവൽ 2, 3 മാത്രം ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാണ്ട് വേറെ ഒരു ലെവൽ 1 യൂണിവേഴ്സിറ്റിയിലേക്ക് എടുത്തു പോകുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെ ഒരു ലെവൽ 2 or 3ലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് വിസ സക്സസ് റേറ്റ് നമുക്ക് കൂടുതലാക്കാം? അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പ്രൊഫൈൽ പരമാവധി സ്ട്രോങ് ആക്കി വയ്ക്കുക. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ അത്യാവശ്യം വീക്കാണ്, പ്രൊഫൈൽ ബാക്ക്ലോഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇയർ ഗ്യാപ്പ് ഉണ്ട്, മാരീഡ് പ്രൊഫൈലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വർക്ക് എക്സ്പീരിയൻസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡാണ് നമ്മൾ സാലറി വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഫണ്ടിന്, നമുക്കറിയാലോ ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻറ്റ് വിസയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫണ്ട് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫണ്ട് റിക്വയർമെൻറ്റ്സിൽ എവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്, ITRൻ്റെ കാര്യത്തിലോ അതല്ലാണ്ട് എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, ചെറിയൊരു വീക്ക് പോയിന്റ് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ലെവൽ 2ഉം 3യും അങ്ങ് മാറ്റിയേക്കുക. കാരണം ഈ വിസ സ്റ്റേജിൽ നമുക്കറിയാം ലെവൽ 1 ലെവൽ 1 യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഓട്ടോ ഗ്രാൻഡ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം 1 month, അതിനപ്പുറത്തേക്ക് പോകത്തില്ല വിസ ഗ്രാൻഡ് വരാനായിട്ടും. അതേസമയം ലെവൽ 2ൻ്റെയും 3യുടെയും അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു കേസ് ഓഫീസറിനെ അലോക്കേറ്റ് ചെയ്തിട്ട് അയാൾ ഉറപ്പായിട്ട് നമ്മുടെ കേസ് പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ടുണ്ടാവും. അതുമാത്രമല്ല അതിന് മിനിമം ഒരു 2 മാസം മുതൽ മാക്സിമം DHLയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പ്രകാരം 90 വർക്കിംഗ് ഡേയ്സ് എടുക്കും. എന്ന് പറയുമ്പോൾ ഒരു 4 മാസത്തിനടുത്ത് വരും. 90 വർക്കിംഗ് ഡേയ്സ് ആണ്, 4-5 മാസത്തിനൊക്കെ അടുത്ത് വരും. അപ്പോൾ നമ്മൾ ഇപ്പം DHLനെ കോൺടാക്ട് ചെയ്താൽ അവർ പറയും ഞങ്ങളിപ്പം പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് ഹൈ പ്രയോറിറ്റി പ്രൊഫൈൽസിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ 1 യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വീക്ക് പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലെവൽ 2, ലെവൽ 3 മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത് മാത്രമല്ല ടൈം ഉണ്ട്, ഒരു 4 മാസം മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങൾ വിസയ്ക്ക് ലോഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫെബിൻ്റെക്ക് പോകുന്ന ഒരു കുട്ടി ഡിസംബറിലാണ് വിസയ്ക്ക് ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതൊരു ലെവൽ 2 ഓർ ലെവൽ 3 യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മിക്കവാറും ഒരു 99% ആ ഫെബിൻ്റെക്ക് മിസ്സാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ
കൃത്യമായി നേരത്തെ തന്നെ എല്ലാം പ്ലാൻ ചെയ്യുക. ഇനി അടുത്തത് ഏതൊക്കെയാണ് ഈ ലെവൽ 1, 2, 3 യൂണിവേഴ്സിറ്റീസ് എന്ന് നോക്കിയാലോ. ആദ്യമായി ലെവൽ 3 ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെവൽ 3-ലാകെ 3 യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ. 3 പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് ടസ്മാനിയ, ഫെഡറേഷൻ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ഇംഗ്ലണ്ട്. ഈ 3 യൂണിവേഴ്സിറ്റീസുമാണ് ലെവൽ 3 കാറ്റഗറി വന്നിരിക്കുന്നത്. ഹൈ റിസ്ക് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. കോളേജിൻ്റെ കാര്യം അത് വേറൊരു സ്റ്റോറിയാണ്. അതിൽ മിക്കതും തന്നെ ലെവൽ 2 ഓർ ലെവൽ 3 തന്നെയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റീസിൽ 3 മാത്രമേ ഉള്ളൂ ലെവൽ 3. അടുത്തതായി ലെവൽ 2-ൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണെന്ന് നോക്കാം. ലെവൽ 2-ൽ ടോട്ടൽ 24 യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. അതിൽ 19 യൂണിവേഴ്സിറ്റീസും പബ്ലിക് യൂണിവേഴ്സിറ്റീസും ബാക്കി 5 യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റുമാണ്. അപ്പോൾ ആ ഒരു ഓർഡർ അനുസരിച്ച് നമുക്കത് വായിച്ച് നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് വൊളങ്ങോങ്, ക്യൂൻസ്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂകാസിൽ, കർട്ടിൻ യൂണിവേഴ്സിറ്റി, സ്വിൻബൺ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ലാട്രോബ് യൂണിവേഴ്സിറ്റി, ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയ, വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി, ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി, ദി യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ ക്യൂൻസ്ലാൻഡ്, ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി, മർഡോക്ക് യൂണിവേഴ്സിറ്റി, ഇഡിത്ത് കോവൻ യൂണിവേഴ്സിറ്റി, ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി, CQ യൂണിവേഴ്സിറ്റി, വിക്ടോറിയ യൂണിവേഴ്സിറ്റി, സദേൺ ക്രോസ് യൂണിവേഴ്സിറ്റി ആൻഡ് ചാൾസ് സ്റ്റുവർട്ട് യൂണിവേഴ്സിറ്റി. ഇനി ഇത് കൂടാണ്ട് 5 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ലെവൽ 2 കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടർഡാം, അവൻഡേൽ യൂണിവേഴ്സിറ്റി, കാർണിഗി മെലൺ യൂണിവേഴ്സിറ്റി, ടൊറൻസ് യൂണിവേഴ്സിറ്റി ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഡിവിനിറ്റി. അപ്പോൾ 24+3 27 യൂണിവേഴ്സിറ്റീസ് ആയി ഇപ്പോൾ തന്നെ ഈ ലെവൽ 2, ലെവൽ 3 കാറ്റഗറി. ഇപ്പം നമ്മൾ ലെവൽ 2-ഉം ലെവൽ 3-യും പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസും ലെവൽ 1 കാറ്റഗറിയിലാണ്. ടോട്ടൽ 16 യൂണിവേഴ്സിറ്റീസ് ആണ് ലെവൽ 1 കാറ്റഗറിയിൽ വരുന്നത്. അതിൽ 15 പബ്ലിക് യൂണിവേഴ്സിറ്റീസും 1 മാത്രം ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഞാൻ ആ ലിസ്റ്റും കൂടി ഒന്ന് പറയാം. കാരണം നമ്മൾ ലെവൽ 2-ഉം ലെവൽ 3-യും മാത്രം പറഞ്ഞു പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടാവാറുണ്ട്. അവർ വീണ്ടും ചോദിക്കാറുണ്ട്, ഈ യൂണിവേഴ്സിറ്റി ലെവൽ 1 ആണോ, ഇത് സേഫ് ആണോ, ഇതിന് അപ്ലൈ ചെയ്യാമോ എന്നൊക്കെ. സോ ലെവൽ 1 ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, അതായത് ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെയും ലെവൽ 1 ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി, മൊനാഷ് യൂണിവേഴ്സിറ്റി, ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ്, ദി യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലൻഡ്, ദി യൂണിവേഴ്സിറ്റി ഓഫ് അഡ്ലെയ്ഡ്, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി സിഡ്നി, മക്യോറി യൂണിവേഴ്സിറ്റി, RMIT യൂണിവേഴ്സിറ്റി, ഡീക്കൻ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാൻബ്ര, ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ദ സൺഷൈൻ കോസ്റ്റ് എന്നിങ്ങനെ 15 യൂണിവേഴ്സിറ്റീസ് ലെവൽ 1 കാറ്റഗറിയിലാണ്. ഒറ്റൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ബോണ്ട് യൂണിവേഴ്സിറ്റിയാണ് ലെവൽ 1-ൽ വരുന്ന ഏക പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു അസസ്മെൻറ്റ് ലെവൽ മിക്കവാറും ഓഗസ്റ്റ് എൻഡോടുകൂടിയോ സെപ്റ്റംബറിൽ പബ്ലിഷ് ആവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. സോ പ്ലീസ് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.